ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൽ ഡി സിയുടെ മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൽ ഡി സി ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ള മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ചോദ്യം ഇതാണ്, വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ്. ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും എന്തു പറയുന്നു? ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും എന്തു പറയുന്നു? പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പറയുന്നത്. സിറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? സിറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അത് കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഏത്? സിറോഫ്താൽമിയ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ത്വക്കിനെയാണ്. എവിടെയാണ്? ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ. ഏതു വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? ഏതിന്റെയാണ്? കുരുമുളകിന്റെയാണ്. കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏത്? കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്തരം ഏതാണ്? തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്തരം ഏതാണ്? മെനിഞ്ചസ് ആണ്. ഏതാണ്? മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്തു കാണുന്ന സ്തരമാണ് മെനിഞ്ചസ്. ഏതാണ്? മെനിഞ്ചസ് ആണ്. അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം ഏതാണ്? അസ്ഥികളിലെ പ്രധാന ഘടകമായ രാസപദാർത്ഥം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത്. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഏപ്രിൽ 7-നാണ്. എന്നാണ്? ഏപ്രിൽ 7-നാണ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ഏപ്രിൽ 7-നാണ് ലോക ആരോഗ്യ ദിനം. ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ആദ്യത്തെ വാക്സിൻ എഡ്വേർഡ് ജെന്നർ ആണ് കണ്ടുപിടിച്ചത്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ്. ഏതാണ്? ചണ്ഡീഗഡ് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയിലാണ്. എവിടെയാണ്? ഗ്രാമസഭയിലാണ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് എപ്പോഴാണ്? 1961-ലാണ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 1961-ലാണ്. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? അസമിലെ നൃത്തരൂപമാണ്. ഏത്? ബിഹു. അസമിലെ നൃത്തരൂപമാണ് ബിഹു. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏതാണ്? കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏതാണ്? വിൽപ്പന നികുതിയാണ്. ഏതാണ്? വിൽപ്പന നികുതി. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതിയാണ് വിൽപ്പന നികുതി. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര്? 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിൽ ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബാണ്. ലക്നൌവിൽ ആരാന്ന് നമ്മൾ പഠിച്ചു? ബീഗം ഹസ്രത്ത് മഹലാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ബക്ത് ഖാൻ ആണ്. ഡൽഹിയിൽ ആരാണ്? ബക്ത് ഖാൻ. അപ്പൊ കാൺപൂരിലെ നാനാ സാഹിബ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ,
ഡൽഹിയിൽ ആരാണ്? ബക്ത് ഖാൻ. ഡൽഹി ബക്ത് ഖാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? കൻവർ സിംഗ് ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് കൻവർ സിംഗ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം എപ്പോഴാണ്? 2005-ലാണ്. എപ്പോഴാണ്? 2005-ലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയത്. കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? നിവേദിത പി ഹരൻ ആണ്. ആരാണ്? നിവേദിത പി ഹരൻ. കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? റൂർക്കേല. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർക്കേല. അതെങ്ങനെ കണക്ട് ചെയ്യാം? ജർ റൂർ. ജർ റൂർ രണ്ടിലും ഇറുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ എന്ത് കിട്ടും? ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? റൂർക്കേല. ഏതാണ്? റൂർക്കേല. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ഏത് വർഷമാണ്? 2013-ലാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013-ലാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജി ആണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള ഭരണ പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. ഫസൽ അലി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്